അതിപ്പോൾ പരിശോധന നടത്തുന്നല്ലേ ഉള്ളൂ. അത് ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും LDFന്റെ സംസ്ഥാന കമ്മിറ്റിയും പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചാൽ പറയാൻ കഴിയും. LDF എന്ന് പറയുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അടങ്ങുന്ന കമ്മിറ്റിയുണ്ട്. CPI ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, അങ്ങനെ വിവിധ പാർട്ടിയുണ്ട്. അതെല്ലാം കൂടെ അഭിപ്രായ രൂപീകരണം നടത്തി എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കും. ഏതായാലും ഞങ്ങൾ തോറ്റു എന്നുള്ളത് ശരി തന്നെ. അതിപ്പം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വോട്ട് കുറഞ്ഞു പോയി, ഞങ്ങൾ തോറ്റു. ഞങ്ങൾക്ക് ഒരു ശക്തമായി തിരിച്ചടി തന്നെയാണ് വന്നെന്നാണ് ഞാൻ കാണുന്നത്. അതിനെ പരിശോധിക്കണം, അത് കണ്ടെത്തണം. തന്നെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഉടുമ്പൻചോലയിലും വലിയ തിരിച്ചടിയാണ്. അതിപ്പോ എന്നെ കണ്ടെത്തണം എന്താകും. അത് നമ്മൾ ഇവിടെ മാത്രം പരിശോധിച്ചാൽ നടക്കുന്ന കാര്യമില്ല. കണ്ടെത്തൽ സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ നേതൃത്വം, ഞങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വമുള്ള പാർട്ടിയല്ലേ, അവരുടെ സഹായത്തോടു കൂടി പരിശോധിച്ച് തിരുത്തൽ നടപടികൾ വേണ്ടത് തിരുത്തൽ നടപടികൾ വരുത്തി ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൂ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളുടെ നിരവധി പ്രവർത്തനങ്ങളിൽ ഒരെണ്ണമാണ് തെരഞ്ഞെടുപ്പ്. ഞങ്ങൾക്കല്ലാതെ വർഗ സമരം, വിഭജന സമരം, കർഷക സംഘം, DYFI, യുവജന സംഘടന, അല്ലെങ്കിൽ പിന്നെ CIT, വിവിധ സംഘടനകളുണ്ട്. അതിൻ്റെ സമരങ്ങൾ, പ്രക്ഷോഭണം, അവകാശ സമരങ്ങൾ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന പ്രക്ഷോഭണ സമരങ്ങൾ, ഇതെല്ലാമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമാണോ എന്നൊന്നും നമുക്ക് വിലയിരുത്താതെ ഞാനിപ്പോ കയറി പറയുന്നത് ശരിയല്ല. മത്സരിച്ചിരുന്നെങ്കിൽ ഉടുമ്പൻചോലയിൽ ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് പൊതുവെ ജനങ്ങൾ പറയുന്നത്. മാത്രമല്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പാളിച്ച ഉണ്ടായതാണോ ഇത്രയും വലിയ പരാജയം? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങള് 38,305 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ അവിടെ ജയിച്ചതാണ്. അവിടെ ജയിച്ച സ്ഥാനാർത്ഥി ഒന്ന് മാറി ഒന്നും പറഞ്ഞ എന്തിനാ അങ്ങനെ തോക്കുന്നത്? അപ്പൊ അതിന് രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. സംസ്ഥാന തലത്തിൽ വന്ന തിരിച്ചടിയാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായത്, അല്ലാതെ ഉടുമ്പൻചോല പ്രത്യേകം ഒന്നും ഉണ്ടായതാണെന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങൾ എന്തുകൊണ്ടാണ് മാറ്റി ചിന്തിക്കാൻ കാരണം? ഒന്നെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ ജനങ്ങൾ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കണം. ജനങ്ങൾക്ക് അങ്ങനെ വിശ്വാസമായില്ല എന്നൊന്നും അഭിപ്രായമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഞങ്ങള് ഈ കേരള സംസ്ഥാനത്ത് ഞങ്ങളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാം. ഉമ്മൻചാണ്ടിയാണോ? ആരുടെ മകനാണോ? ആരാ പിന്നെ? കാലങ്ങളായി 50 വർഷം 60 വർഷമായി ഞങ്ങളല്ലാതെ ആരാ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്, പൊരുതിയിരിക്കുന്നത്? ആയിരക്കണക്കിന് ആളുകൾ ജീവൻ ധരിച്ച് പൊരുത്തിയിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് തോറ്റതിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഞങ്ങളെ വിലയിരുത്തണ്ട. അതൊക്കെ ഞങ്ങൾ വെറും പുല്ല് പോലെ കണക്കാക്കി ഞങ്ങൾ മുണ്ടും മടക്കി കുത്തി ഇനി ഇറങ്ങി പ്രവർത്തനം സംഘടിപ്പിക്കും. ഇതിനെല്ലാം ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചയൊക്കെ നടന്നിരുന്നു. ഇപ്പൊ അത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഒരു പാർട്ടിയുടെ ഏർപ്പാടാ. അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാ. കാരണം എന്നാ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പെട്ടിക്കകത്താകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയ ഒരു പാർട്ടിയെ പറ്റി എന്നാ പറയാനാ? ഇനി അവന്മാർ ഉണ്ടാക്കാൻ പോകുന്നതാ എന്ന് കരുതില്ല. നാറാൻ പോവാ നാട് മുഴുവൻ. ഇനിയിപ്പൊ അടിയാ എന്റെ ആരാകണം, സതീശനാകണോ? പിന്നെ ഇനി അഥവാ അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടിയുണ്ട്. വേണുഗോപാലിനാണ് കവിയുടെ മൂർത്തി നിൽക്കുക. ഇങ്ങനെ ഭരണവിരുദ്ധ വികാരം ഒന്നും ഇല്ല. എന്ത് ഭരണവിരുദ്ധ വികാരം? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.